ഹലോ, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് അടിപൊളി കൊഞ്ച് അടയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് ഒരു കൈയുടെ അളവിൽ കൊച്ചുള്ളി വേണം, പിന്നെ കൊഞ്ച് വേണം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അത് ആവശ്യത്തിന് നമ്മളുടെ ആവശ്യാനുസരണമാണ് ഇത് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഒരു അരമുറി തേങ്ങ തിരിങ്ങിയത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക്, അതേപോലെ തന്നെ പെരുംജീരകം മസ്റ്റാണ് കേട്ടോ, പിന്നെ കറിവേപ്പില. ഇത്രയും കൂടി എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിനെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കൊഞ്ചിനെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം പിന്നെ തേങ്ങയും എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി സാധനങ്ങളും കൂടി നമുക്ക് ചതച്ചെടുക്കാം. ഒന്ന് കറക്കിയെടുക്കാവൂ കേട്ടോ, ഒരുപാട് അങ്ങ് അരഞ്ഞു പോവരുത്. അതായത് ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് കഴിക്കുമ്പോഴത്തേക്ക് കൊഞ്ച് കടിച്ച് വായിൽ കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത്. ഞാനിവിടെ ഇത്തിരി മുളക് പൊടിയും കുരുമുളകും കൂടുതൽ എടുത്തിട്ട്, കാരണം ഇവിടെ ഇത്തിരി ഇതിന് ഇച്ചിരി സ്പൈസി ആയിട്ട് കഴിക്കാമെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്തായാലും അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഞാനിവിടെ ജോലി കുറയ്ക്കുന്നതിന് വേണ്ടി എല്ലാം കൂടെ ഒന്നിച്ചിട്ടു ഗൈസ്. പക്ഷേ എനിക്ക് പണി കിട്ടി കേട്ടോ, എൻ്റെ മിക്സി ചലിക്കുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ അതിനെ മാറ്റിയിട്ട് കുറേശ്ശെ എടുത്തിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കാണിക്കുന്ന കണ്ടോ ഞാൻ, നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നില്ലേ ഇതെല്ലാം കൂടെ അരച്ചെടുക്കുമോ എന്നൊരു തോന്നൽ വരുന്നില്ലേ? അപ്പോൾ ഞാനത് മാറ്റിയതിന് ശേഷം കുറേശ്ശെയാണ് അങ്ങനെ ചെയ്തെടുത്തത്. ഇപ്പോൾ അതാണ്ട് നമ്മുടെ കൊഞ്ചും ആ തേങ്ങയും എല്ലാം ഒരു കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയും കൂടെ നന്നായിട്ട് അരച്ച് കുഴച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്തെ മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മളിത് വാഴയിലയിലാണ് ചെയ്യുന്നത്. വാഴയിലയിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഞാനിവിടെ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് കുറച്ച് നമ്മൾ അതായത് ഇലയുടെയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു പാകത്തിന് കുറച്ചെടുത്ത് ഇലയിലേക്ക് വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ കൈ ഉപയോഗിച്ച് നമ്മളിങ്ങനെ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതിത്ര വലിയ കാര്യമായിരുന്നു, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന്. പക്ഷേ ഇത് ഞാൻ എൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എന്നെ അമ്മ പഠിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കൈവച്ചതിനെ അപ്പം പോലെ ഇങ്ങനെ പരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത്, അതായത് ഒത്തിരി തിക്കാവാൻ പാടില്ല, കാരണം ഇത് വേവാനായിട്ട് പ്രയാസം എടുക്കും. നമ്മളിതിൽ എണ്ണ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ കൊളസ്ട്രോളും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്ക് എണ്ണയൊന്നുമില്ലാതെ വാട്ടി കഴിക്കുന്നതിന് തുല്യത്തിൽ ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. എത്രയും തിന്നാക്കാമോ അത്രയും തിന്നാക്കി എടുക്കുക. ശേഷം ഞാനൊരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് വാഴയിലയിലേക്ക് പൊതിഞ്ഞ ഈ കൊഞ്ചിൻ്റെ ആ ഒരു മിക്സ്, തേങ്ങയും കൊഞ്ചും കൂടെ ഉള്ള ആ ഒരു മിക്സിനെ മടക്കി അതിലേക്ക് വെച്ചിട്ട് നമ്മളറിയാമല്ലോ ഓട്ടട ഉണ്ടാക്കുന്നത് പോലെ വെള്ളം മുകളിൽ വെച്ച് അതിനെ ഇങ്ങനെ പിന്നെ വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. വേവിച്ച് വാട്ടി എടുക്കുന്ന ഒരു പരുവാണ് അതിന് വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അതിന് മുകളിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതൊരു വെയിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പം അതൊക്കെ അറിയാമായിരിക്കും, എനിക്കറിയാം, എങ്കിലും ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൊഞ്ചിലയട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതിങ്ങനെ വെള്ളത്തിൻ്റെ ആ ഒരു ഭാരം മുകളിൽ വെച്ച് അപ്പുറം ഇപ്പുറവും നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചും മറിച്ച് വിട്ട് വേവിച്ചെടുക്കണം. ശേഷം അല്പം വെളിച്ചെണ്ണ എടുത്ത് ഇതിനെ വീണ്ടും തിരിച്ചും മറിച്ച് വിട്ട് വേവിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കൊഞ്ചട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ. എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ.